അമ്മ എന്നൊരു സംഘടനയുണ്ട്. അത് ശരിക്കും അമ്മ എന്ന പേരിന് അങ്ങനൊരു പേര് പറയാൻ യോഗ്യരല്ല അവർ എന്നുള്ളതാണ്. AMMA എന്ന് പറയുന്നതാണ് നല്ലത്. അമ്മ എന്ന് പറഞ്ഞാൽ അത് വലിയ മാതൃത്വമാണ്, വലിയ സങ്കല്പമാണ്. അമ്മ എന്നൊക്കെ പറയുന്നത് വലിയ യാഥാർത്ഥ്യമാണ്. AMMA എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ അടിയന്തരമായിട്ട് അമ്മ എന്ന് പറയുന്ന സംഘടന, അതായത് അസോസിയേഷൻ ഓഫ് മലയാളി മൂവി ആർട്ടിസ്റ്റിൻ്റെ സംഘടന അമ്മയുടെ പേര് മാറ്റണം. അത് അച്ഛനെന്നിട്ടാലും കുഴപ്പമില്ല. അച്ഛൻ വീണ്ടും കുറച്ചുകൂടെ തരികിടയായിരിക്കും. അമ്മ കുറച്ചുകൂടി പവിത്രതയുള്ളതാണ്. അമ്മ എന്നുള്ള പേര് തന്നെ നിങ്ങൾ ആദ്യം ഉപേക്ഷിക്കണം. രണ്ടാമത്, അമ്മ കമ്മിറ്റിയിൽ ഈ അഡ്ഹോ കമ്മിറ്റി ഒന്നുമല്ല ആവശ്യം, അത് പിരിച്ചുവിടണം. കാരണം നിങ്ങൾക്ക് അതിനുള്ളൊരു പക്വതയില്ല, പാകതയില്ല. ഈ സീരിയലിലൊക്കെ കാണുമ്പോൾ, സിനിമയിൽ വളരെ കുറവാണത്, സീരിയലിലാണ് കൂടുതൽ കാണുന്നത്. ഞാൻ സീരിയലുകാരെ കുറ്റം പറയുന്നതല്ല, പക്ഷെ കാണുന്ന ഒരു യാഥാർത്ഥ്യം. അവർക്കും മാർക്കറ്റ് അനുസരിച്ച് കഥ എഴുതുകയും കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്താലല്ലേ മാർക്കറ്റ് കിട്ടുള്ളൂ. അതുകൊണ്ട് അവരങ്ങനെ ചെയ്യുന്നതാണ്. അല്ലാതെ അവർക്ക് അസൂയയും കുണ്ടണിയും കുശുമ്പും ഒന്നും ഈ രാജ്യത്ത് പ്രചരിപ്പിക്കണമെന്ന് ഒരു ആഗ്രഹമുള്ളവരല്ല സീരിയൽ നടന്മാരൊന്നും, നടികളും. എന്നാലും സമൂഹം അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറ്റുകയുള്ളൂ. ടേസ്റ്റും ട്രെൻഡും അനുസരിച്ച് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ കട പൂട്ടേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സീരിയലിലൊക്കെ കാണുന്ന പോലെയുള്ള ഗോസിപ്പുകൾ, ഉഡായിപ്പുകൾ, ഈഗോ കോംപ്ലക്സ്, ഇതിൻ്റെ മൂർത്തിഭാവമാണ് നിങ്ങൾ ഓരോരുത്തരും. ഒരാളല്ല, നിങ്ങളെല്ലാവരും അതിൻ്റെ മൂർത്തിഭാവമാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, മോഹൻലാൽ ഇതിൻ്റെ അമ്മയുടെ പ്രസിഡൻ്റ് ആയിരുന്നപ്പോൾ, ഇന്നസെൻ്റ് പ്രസിഡൻ്റ് ആയിരുന്നപ്പോൾ, അല്ലെങ്കിൽ മമ്മൂട്ടിയൊക്കെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾ മിണ്ടാതിരുന്നില്ലേ സാർ? ഞങ്ങൾ അച്ചടക്കമുള്ള കുട്ടികളെ പോലെ ഇരുന്നില്ല. അവർ വലിയവരാണ്, അവരുടെ അടുത്ത് ബഹളം ഉണ്ടാക്കി അവർ അപ്പോഴേ എടുത്ത് ഉരകളയും. പിന്നെ ജന്മകാലത്തിനകത്ത് കയറാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? വലിയ ചേട്ടൻ, ഇപ്പോൾ കാട്ടിൽ സിംഹത്തിൻ്റെ അടുത്ത് ആരെങ്കിലും ബഹളം ഉണ്ടാക്കാറുണ്ട്, പുലിയുടെ അടുത്ത് ആരെങ്കിലും ബഹളം ഉണ്ടാക്കും. അവരിങ്ങനെ രാജാക്കന്മാരെ പോലെ വാഴും, ബാക്കിയുള്ളവർ മിണ്ടാതിരിക്കും. അങ്ങനെ നിങ്ങൾ നിന്നതല്ലാതെ ചാൻസ് കിട്ടിയപ്പോൾ നിങ്ങൾ കൊണ്ട് ചാടി. ആദ്യം പറഞ്ഞത്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ പറഞ്ഞത് സ്ത്രീകളെ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ വിപ്ലവമാകുമെന്ന് പറഞ്ഞു. കംപ്ലീറ്റ് സ്ത്രീകളെ വെച്ചു, പുരുഷന്മാരില്ലാതെ മുഴുവൻ സ്ത്രീകൾ, ട്രഷറർ സ്ത്രീ, പിന്നെ പ്രസിഡന്റ് സ്ത്രീ, സെക്രട്ടറി സ്ത്രീ, മുഴുവൻ സ്ത്രീകൾ. അവരും അടിച്ചു പിരിഞ്ഞു. ഒരു കാര്യമില്ല. ഫോൺ കാൾ ലൂസ്. ഇപ്പോൾ അവസാനം പിഷാരടി രാജിവെച്ചിരിക്കുന്ന കാര്യം എന്താ അറിയാമോ? അത് വേറെ രസമാണ്. പിഷാരടി അഡ്ഹോ കമ്മിറ്റിയുടെ കൺവീനറായി, MLA കൂടിയാണ് അദ്ദേഹം. അദ്ദേഹം ഈ പൊല്ലാപ്പിന് പോയി തല വയ്ക്കേണ്ട ഒരു കാര്യമില്ല, കാരണം അദ്ദേഹം MLA ആണ്. അദ്ദേഹത്തിന് മണ്ഡലമൊക്കെ നോക്കാൻ ഒരുപാട് പരിപാടി. എന്നാലും അദ്ദേഹം കയറി എനിക്ക് തന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി പിടിച്ചപ്പോൾ പറ്റിയത് എന്താണെന്ന് വെച്ചാൽ, കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു പുള്ളിക്ക് കമ്മിറ്റിയിൽ എന്നുള്ള നിലയിൽ മിനിറ്റ്സ് എഴുതാനോ കമ്മിറ്റി കൂടാനോ കഴിയത്തില്ല. അപ്പോൾ പുള്ളി രാജിവെച്ചു. ഇനി ഞാൻ തിരിച്ചില്ല എന്ന് പറഞ്ഞ് പുള്ളി രാജിവെച്ചിരിക്കുകയാണ്. അപ്പോഴെന്താ സംഭവിച്ചത്? ഈ ആദ്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ സ്ത്രീകൾ ഒരുപാട് പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, ലൈംഗികമായും അല്ലാതെയും മാനസികമായും ശാരീരികമായിട്ടൊക്കെ. സിനിമാ ഫീൽഡിൽ വലിയ ചൂഷണം നടക്കുന്നു. അത് മുൻനിര നടന്മാരിൽ നിന്നും സംവിധായകരിൽ നിന്നും നിർമ്മാതാക്കളിൽ നിന്നും വരെ അങ്ങനെ പീഡനം വരുന്നു എന്ന് പറയുമ്പോൾ മുകേഷ്, സിദ്ദിഖ് പലരും ഇതിനകത്ത് പ്രതികളായല്ലോ. അപ്പോൾ പല പേരുകളും വന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അത് സ്ത്രീകളുടെ ഒരു കമ്മിറ്റി വരുന്നതാണ് നല്ലത് എന്ന് തുടങ്ങി സ്ത്രീകളുടെ കമ്മിറ്റി വന്നു. അങ്ങനെ സ്ത്രീകളുടെ കമ്മിറ്റി വന്നപ്പോൾ ശരിക്കു പറഞ്ഞാൽ അതും മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. അവരെയും തമ്മിലടിക്കുന്നു, പിരിയുന്നു. അവർ കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് തമ്മിലടിക്കുന്നത്. ഇതിനിടയിൽ രമേഷ് പിഷാരടി വന്നതിന് ശേഷം എല്ലാവരെയും രമേഷ് പിഷാരടി ഫോൺ ചെയ്യുന്നു. അത് MLA കൂടിയാണല്ലോ, അപ്പോൾ കുറച്ചുകൂടി ഒരു പവറും കൂടെ ഉണ്ടല്ലോ. എല്ലാവരെയും വിളിച്ച് സ്നേഹത്തിൽ ഫോൺ ചെയ്തപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫോൺ കാൾ എടുത്ത് ഒരു ഫോൺ കാൾ വെളിയിലിട്ടു. എത്ര പക്വതയുള്ള ആളാണെന്ന് ആലോചിച്ചോളൂ. സിനിമാ ഫീൽഡ് ആണെങ്കിലും നിങ്ങൾ കലാകാരന്മാരാണെങ്കിലും കലയുടെ കാര്യത്തിൽ നിങ്ങൾ അഗ്രഗണ്യരാണ്. പക്ഷേ ജീവിതത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ബോറാണ്, പിന്തിരിപ്പന്മാരാണ്. പറയാതിരിക്കുന്ന വാർത്തയില്ല. ഞാനും വലിയ സിനിമാ ഫീൽഡിലൊക്കെ ഉള്ളവരൊക്കെ നമുക്ക് ഒരുപാട് പരിചയക്കാരുണ്ട്. സീരിയൽ സിനിമാ ഫീൽഡിലൊക്കെ വലിയ ആരാധനയുള്ള. അപ്പം മമ്മൂട്ടി മോഹൻലാലിൻ്റെയൊക്കെ സിനിമകൾ, അതുപോലെ മമ്മൂട്ടി മോഹൻലാലല്ല, ഈ രമേഷ് പിഷാരടി അടക്കമുള്ള ഏത് വലിയ നടൻ്റെയും ചെറിയ നടൻ്റെയും നടിമാരുടെയും ഒക്കെ സിനിമ കാണുമ്പോൾ നമുക്ക് ആവേശം വരുന്നതാണ്. നമ്മളത് വളരെ സ്വന്തം കാശ് കൊടുത്ത് പിന്നെ തിയേറ്ററിൽ പോയിരുന്ന് കാണുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളും കൂടെ കാണുന്നതുകൊണ്ടാണ് സിനിമയൊക്കെ വ്യവസായം നിലനിൽക്കുന്നത്. പക്ഷെ പറയാണ്ടിരിക്കാൻ കഴിയില്ല. നിങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ദുരന്തമാണ്. അങ്ങനെ പറയാറുണ്ടല്ലോ, എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ദുരന്തമാണ്. നിങ്ങൾ എപ്പോൾ മീറ്റിംഗ് കൂടിയാലും ദുരന്തമാണ്. നിങ്ങൾ ദയവായി അമ്മയുടെ മീറ്റിംഗ് കൂടാതിരിക്കുക, അമ്മ പിരിച്ചുവിടുക, ഒരു പ്രശ്നമില്ല. പിന്നെ ആ പാടെ പിരിച്ചുവിടുമ്പോൾ സംഭവിക്കാൻ പോണത് വെൽഫെയർ മെഷേഴ്സ് നിങ്ങൾക്ക് നടത്താൻ പറ്റില്ലല്ലോ എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു ദുഃഖം. അത് ഏതെങ്കിലും ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ അങ്ങോട്ട് രജിസ്റ്റർ ചെയ്യുക. നിങ്ങളാരും അതിനകത്ത് അംഗങ്ങളൊന്നും ആകരുത്. രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതുവഴി ആളുകൾക്ക് കൊടുക്കുക. ഡയറക്റ്റ് കൊടുത്താൽ മതി ആളുകൾക്ക് ഈ ആനുകൂല്യങ്ങളൊക്കെ. ആ സ്ഥാപനം വഴി കൊടുക്കാൻ നിൽക്കണ്ട, എങ്കിൽ സ്ഥാപനത്തിലുള്ളവർ കക്കും.
ഡയറക്റ്റ് ഇപ്പം കലാകാരന്മാർ പിന്നെ ഈ സിനിമാ ഫീൽഡിൽ നിൽക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ട് വന്നാൽ, അവരുടെ കുടുംബത്തിൽ ഒരു ആവശ്യം വന്നാൽ, അസുഖങ്ങൾ വന്നാൽ അവരെ സഹായിക്കാൻ നിങ്ങളൊരു കളക്ഷൻ എടുക്കുക. അപ്പോൾ കളക്ഷൻ എടുക്കേണ്ട, നിങ്ങളൊരു FD ഇട്ട് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് എടുത്തു കൊടുക്കാൻ പറ്റും. അത് മാത്രമല്ല, പിന്നെ നിങ്ങൾ ഭക്ഷണം കഴിക്കും. ഇത് 2 കാര്യങ്ങളല്ലേ നിങ്ങളിപ്പോൾ ചെയ്യുന്നുള്ളൂ. വേറെ ഇപ്പോൾ കേരളത്തിലെ സാമൂഹ്യ നവോത്ഥാന രംഗത്തൊന്നും ഒരു കാര്യം ചെയ്യുന്നില്ലല്ലോ. 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, നിങ്ങൾ ആനുവൽ മീറ്റിംഗ് കൂടും, നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല മീറ്റിംഗ് കൂടി നല്ല പത്രസമ്മേളനം നടത്തി. നിങ്ങളെല്ലാം സെലിബ്രിറ്റികളായതുകൊണ്ട് അവിടെ ഒരു പത്രക്കാരുടെ ഒരു ബഹളമായിരിക്കും, മീഡിയക്കാരുടെ. അത് വരുന്നു. ഓക്കെ, ആനുവൽ ജനറൽ ബോഡി. രണ്ടാമത്, നിങ്ങളുടെ കലാകാരന്മാർക്ക് ആവശ്യമായ അത് മൊത്തം കൊടുക്കുന്നില്ല, പറ്റുന്ന രീതിയിൽ, നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു സാമ്പത്തിക സഹായം. മറ്റേത് നിങ്ങളല്ലാതെ നിങ്ങൾ പാർട്ടി നടത്തിക്കോളൂ. അത് കൊച്ചിയിലോ എറണാകുളത്തോ എവിടെയെന്ന് വെച്ചാൽ നിങ്ങൾ എവിടെ വെച്ച് പാർട്ടി നടത്തും. അത് ഇതിൻ്റെ ആനുവൽ ബോഡി മീറ്റിംഗ് ആയിട്ട് കൂടണ്ട. അല്ലാതെ നിങ്ങൾ ഗെറ്റ് ടുഗദറായിട്ടൊക്കെ, ഫാമിലി ഗെറ്റ് ടുഗദർ പോലെ ഗെറ്റ് ടുഗദറായിട്ട് നിങ്ങൾ കൂടുക. അത് ഇഷ്ടമുള്ള കൂടുക, കൂടാതിരിക്കുക. അത് ആരെങ്കിലും കോർഡിനേറ്റ് ചെയ്താൽ മതി. രണ്ടാമത്, ഈ ചാരിറ്റി പ്രവർത്തനം എന്നുള്ള നിലയിൽ നിങ്ങൾ ആളുകൾക്ക് പൈസ കൊടുക്കുക. അവരോട് രജിസ്റ്റർ ചെയ്യാൻ പറയുക. ഒരു വെബ്സൈറ്റോ മൊബൈൽ ആപ്പോ അല്ലെങ്കിൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി അതിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ പറയുക. നിങ്ങൾ ആരെങ്കിലും രജിസ്റ്റർ ചെയ്താൽ മതിയല്ലോ. ഒരു കലാകാരന് സുഖമില്ലെന്ന് പറഞ്ഞാൽ, കലാകാരിക്ക് സുഖമില്ലെന്ന് പറഞ്ഞാൽ ആരെങ്കിലും അറിയിച്ചാൽ മതിയല്ലോ. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഒരു ടീം പോയി നോക്കുക, അവർക്ക് ആവശ്യമായ പൈസ കളക്ട് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഇൻസിഡൻ്റൽ വൈസ്, ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള സംവിധാനം. അല്ലാതെ നിങ്ങൾക്ക് സ്ഥിരമായി ഇത് കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി ഇല്ല. മാത്രമല്ല, നിങ്ങൾ അപഹാസ്യതരാവുകയാണ് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ. വളരെ വലിയ കലാകാരന്മാരായി നിൽക്കുന്ന, സെലിബ്രിറ്റികളായി നിൽക്കുന്ന നിങ്ങൾ എന്തിനാണ് നക്കാപ്പിച്ച പൈസയുടെ പേരിൽ നിങ്ങൾ കോടാനുകോടി രൂപ, അദാനി, അംബാനി, അതുപോലെ തന്നെ നമ്മുടെ ടാറ്റ, ബിർള ടീമൊന്നും അല്ലല്ലോ. കോടാനുകോടി രൂപയുടെ ആസ്തിയും അത്രയും വലിയ തുകയുടെ റിട്ടേൺസ് ഒന്നും ഉള്ള ഒരു സ്ഥാപനമൊന്നും അല്ലല്ലോ അമ്മ. സംവിധാനമല്ലല്ലോ. നിങ്ങൾ ചെറിയ സംഘടനയല്ലേ. ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ആക്ട് അനുസരിച്ച്, ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തൊരു ചെറിയ സംഘടനയല്ലേ. അപ്പം നിങ്ങൾ ദയവായി പിരിച്ചുവിടുക. ഇതിൻ്റെ ആവശ്യം ഇല്ല. കാരണം എന്തിനാണ് അങ്ങനെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ സ്വയം അപഹാസ്യതരാകുന്നത്? വളരെ മോശമാണ്. കാര്യം ഞങ്ങൾ നിങ്ങളെ ആരാധിക്കുന്നു, ബഹുമാനിക്കുന്നു. അവിടെയാണ് ഈ വിഷയം. ബഹുമാനിക്കപ്പെടുന്നവർ, ആരാധിക്കപ്പെടുന്നവർക്ക് സങ്കടം വരുമ്പോൾ നമുക്ക് വലിയ ദേഷ്യം വരും, സങ്കടം വരും, പ്രയാസം വരും, പ്രതിഷേധം വരും, പ്രതികാരം വരും. അതുകൊണ്ട് ദയവായി നിങ്ങൾ അവളുടെ സ്നേഹം നിലനിർത്തി അമ്മ പിരിച്ചുവിടുക. നിങ്ങളുടെ പണികൾ നോക്കുക. ഞാൻ ഈ പറഞ്ഞ പോലെ ഗെറ്റ് ടുഗദർ വല്ലപ്പോഴും നടത്താൻ നിങ്ങൾക്ക്. അപ്പോൾ എറണാകുളത്തിന് വേണമെന്നില്ല. അമ്മയുടെ മീറ്റിംഗ് ആയാലും എറണാകുളത്തിന് വേണമെന്ന് പറയും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടുവച്ച്, ഭൂമിയിൽ എവിടെ, ഭൂമി മലയാളത്തിൽ എവിടെ കൊണ്ടുവച്ച് വേണോ നിങ്ങൾക്ക് ഗെറ്റ് ടുഗദറുകൾ നടത്താം. ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ പൈസ കൊടുക്കുകയും ചെയ്യാം. അല്ലാതെ നിങ്ങൾക്ക് ഈ പണി പറ്റിയതല്ല മാഷുമാരെ, കലാകാരന്മാരെ, കലാകാരികളെ.